വെക്കുന്നുള്ളൂ. അതിനുശേഷം ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും മാറ്റിയിട്ട് സെൻറ്ററിലോട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വേറെയുള്ള എണ്ണയേക്കാൾ ഇതായിരിക്കും നല്ലത്. നാടൻ കറിയാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇനി നമുക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു. ഞാൻ ആദ്യപ്പോഴേ പ്ലേറ്റിലോട്ടൊന്ന് പൊട്ടിച്ച് മാറ്റിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമായ ചെറിയ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മതിയാവും. അപ്പോൾ നമ്മൾ ബീട്രൂട്ടിന് ആവശ്യമായ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ടയ്ക്ക് ആവശ്യമായതാണ്. അപ്പോൾ ഇതുപോലെ ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി ആ ഉപ്പുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് മഞ്ഞയൊക്കെ ഞാൻ പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ബീട്രൂട്ടുമായിട്ട് വേണം ഇനി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ചെറിയ രീതിയിലൊന്നും മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ബീട്രൂട്ടായിട്ട് അങ്ങ് യോജിപ്പിച്ച് ഇങ്ങനെ അങ്ങ് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് ഇത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് രാവിലെ ഒന്ന്